തെരഞ്ഞെടുപ്പിന് എങ്ങനെ വന്നാലും ഒരു 1.5 മാസം ബാക്കി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉടൻ തന്നെ ഉണ്ടാകും, വൈകാതെ. ഇതിനിടയ്ക്ക് പല സർവേകളും വന്നുപോയി. ഈ 1.5 മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ സർവേ വരുന്നത്. ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു സർവേയും വന്നിട്ടുണ്ട്. അവർ ആദ്യഘട്ടമായിട്ട് 35 മണ്ഡലങ്ങളുടേതാണ് വന്നിരിക്കുന്നത്. അതിൽ ഈ 35 മണ്ഡലങ്ങളിലെ സർവേ പറയുമ്പോൾ രണ്ടിടത്തും ഈ ഇത്രയും മണ്ഡലങ്ങളിലും 2 മുന്നണികൾ ഒപ്പത്തിനൊപ്പമാണ് പറയുന്നത്. NDAക്ക് സീറ്റ് കിട്ടില്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഈ 35 മണ്ഡലങ്ങളിലെ ഒപ്പത്തിനൊപ്പം. അപ്പോൾ ആ ഒപ്പത്തിനൊപ്പം തന്നെ ആയിരിക്കുമോ ഇനി അങ്ങോട്ടും? അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊരു വാചകം പറയുന്നുണ്ട്, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മാതൃഭൂമി പറയുന്നുണ്ട്. ആധികാരികരമായിട്ട് എടുക്കണ്ട എങ്കിൽ പോലും നമ്മളിന്ന് ഈ സർവേ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം ആണ് എന്ന് പറയുകയും ചേർത്ത് വെച്ച് പറയുന്നതാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ എം എൽ എമാരെ ഭരണരംഗത്ത് ഈ മത്സര രംഗത്ത് ഇറക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചറിയാം എന്തിന് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും. ഭരണത്തിൻ്റെ എന്താണ് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാത്തത്? അവരോടൊപ്പം നിന്നിട്ടില്ലേ? ഏത് വിഷയത്തിലാണ് ഈ സർക്കാർ പരാജയപ്പെട്ടത്? ഒറ്റപ്പെട്ട ചില വിഷയങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഒരാൾ പണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണു. അതൊക്കെ എന്ന് നമുക്കറിയാം അതിൻ്റെ സാഹചര്യം എന്തുമാണ്. അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു കത്രിക ഒരാൾ, അത് നിസ്സാരവൽക്കരിക്കുകയല്ല. പക്ഷെ അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അവർ കൃത്യവിലോപത്തിൻ്റെ ഭാഗമാണ്. നടപടി എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലാതെ രാജ്യത്ത് പുനലൂർ, എൻ്റെ നാട് പുനലൂർ, അവിടെ ഒരു സർക്കാർ ആശുപത്രിയുണ്ട്. കിംസ് ഹോസ്പിറ്റലിനെ വെല്ലുന്ന സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. നിങ്ങൾ ABCയുടെ ഒരു ടീം അവിടെ പോയെന്ന് കാണണം. അത്രയ്ക്ക് രീതിയിൽ കിഫ്ബി പദ്ധതി വഴിയാണ്. പിന്നെ എന്താണ് ഏത് രീതിയിൽ ഭരണവിരുദ്ധ ഞങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാർ ഏതെങ്കിലും അഴിമതി കേസിൽ പ്രതിയായിട്ട് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? പല കേസുകളിലും ഞങ്ങളുടെ മുഖ്യമന്ത്രിയും കുടുംബത്തെയും ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും ഞങ്ങൾ പ്രതിയായോ പ്രതിപട്ടികയിലോ വന്നിട്ടില്ല. ആ വന്നതെല്ലാം മലയെപ്പോലെ വന്നത് എലിയെപ്പോലെ പോയി എന്നതല്ലാതെ ഒരു കേസിനകത്തും സ്വർണ്ണക്കടത്ത് വന്നു, കൈതോല പായ വന്നു. ഇതെല്ലാം അന്ന് തന്നെ അതാത് ദിവസം തന്നെ ഇല്ലാതെ അപ്രസക്തമായി പോയില്ലേ. പിന്നെ എങ്ങനെ ഞങ്ങൾ വരില്ല അല്ലെങ്കിൽ മൂന്നാമത് ഞങ്ങൾ വരില്ല എന്ന് പറയാൻ പറ്റും? ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഈ പറയുന്ന സർവേ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തുടർഭരണം ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, ഒപ്പത്തിനൊപ്പമാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് BJP കുറച്ച് വോട്ട് പിടിക്കും എന്ന് പറയുന്നു. BJP ജയിക്കാൻ പാകമൊന്നുമായിട്ടില്ല. അത് പിഞ്ച് മാങ്ങയാണ്, മൂത്ത് വരത്തില്ല. മൂക്കുന്നതിന് മുമ്പ് പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ്. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഈ സർവേയിൽ ഞാൻ ചോദിച്ചു, കഴിഞ്ഞ ഒരു സർവേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 1ാം പിണറായി ഗവൺമെൻറ് കഴിയുമ്പോൾ ഒരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേ എന്തായിരുന്നു? സാധനം ഓർമ്മയുണ്ടല്ലോ. അതിൽ UDF അധികാരത്തിൽ വരുമെന്നായിരുന്നു. വന്നില്ലല്ലോ. ഞങ്ങളല്ലേ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഈ സർവേയിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ നിലനിൽക്കുന്നതും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലാണ്. അവരുടെ ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ ഒന്നും ഞങ്ങൾക്ക് ഒരു വീഴ്ചയും വന്നിട്ടില്ല. ഒരു വീഴ്ചയും. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിനെ ഒറ്റപ്പെട്ട വാക്ക് തന്നെ ഉപയോഗിക്കുന്നുള്ളൂ. ആരോഗ്യമേഖലയിൽ എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഒരു നിസ്സാരമെന്ന് പറയുന്നില്ല, ഗുരുതരമാണ്. പക്ഷെ അവിടെ ഒന്നും ഗവൺമെൻറ് കക്ഷികളല്ല. കോവിഡ് സമയം സാധനം അറിയാലോ, രാജ്യത്ത് കോവിഡ് വാക്സിൻ വേണ്ടി വന്നാൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ ഏക സംസ്ഥാനം കേരളമേ ഉള്ളൂ, കേന്ദ്രം പൈസ തരാഞ്ഞപ്പോൾ. അത്രയ്ക്ക് ആധിപത്യവും തൻ്റെ ഇടത്തോടുകൂടിയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനു മാറ്റി നിർത്തണം? പണ്ട് പറഞ്ഞ് കിറ്റ് കൊടുത്തുകൊണ്ടാണ്. കിറ്റൊന്നും അല്ലെന്ന്. കിറ്റ് അന്നത്തെ ആവശ്യകതയായിരുന്നു. ജനങ്ങൾക്ക് വെളിയിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യകതയുണ്ട്. ഒന്ന് ആലോചിച്ചു, അതിദരിദ്രരായവരെ ഇല്ലാതാക്കിയ ഒരു സംസ്ഥാനമാണ്. അതിദരിദ്രരായവർ അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും എത്തിച്ചു കൊടുത്ത്, അവരുടെ പടിവാതിക്കൽ എത്തിച്ചു കൊടുത്ത്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി.
കമ്മ്യൂണിസം പലയിടത്തും തകർന്നുപോയി എന്നൊക്കെ പറയാം. ഇപ്പോൾ വി ഡി സതീശൻ്റെ ഈ പുതിയ യാത്രയൊന്നും അപ്പോൾ വേണ്ട തരത്തിലുള്ള ഇമ്പാക്റ്റ് ചെയ്തില്ലെന്നാണോ പറയുന്നത്? അത് ഇവർ തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടി അതിൽ നിന്ന് എന്ത് പറയുന്നത്, മൂപ്പിള തർക്കം. ആരാണ് വലുത്, ഞാനാണോ നീയാണോ വലുത്? ഇപ്പം നേരത്തെ NSS പറഞ്ഞു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം, ഇദ്ദേഹം പോരാ എന്ന് പറയുന്നു. അപ്പോൾ അതല്ല, ഞാനാണ് മുന്നണി നേതൃത്വത്തിന് മുന്നിൽ വരുന്നത് എന്ന് പറയാൻ വേണ്ടിയുള്ളൊരു പരിപാടി. അത് എല്ലാ കൊല്ലവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെ തന്നെ ഇത് പരിപാടികൾ നടത്താറുണ്ട്. അണികളെ ഒന്ന് വിജിലൻ്റ് ആക്കും. അതിനകത്ത് മറ്റൊരു ഇതുണ്ട്, കുറച്ച് പൈസ പിരിക്കാം. ഇതിൻ്റെ പേര് കുറച്ച് പൈസ പിരിക്കുക, ഫണ്ട് കൊടുക്കണം. ഓരോ മണ്ഡലം കമ്മിറ്റിക്ക് ഇത്ര രൂപ വെച്ച് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കണം. അതിനൊക്കെയുള്ളൊരു സംവിധാനം എന്ന നിലയിൽ കണ്ട ഇതൊന്നും പൊതുസമൂഹത്തിന് ഏശിയിട്ടുണ്ടോ? ഒരു അഭിപ്രായ രൂപീകരണത്തിന് അത് ഇടയായിട്ടുണ്ടോ? പലയിടത്തും ഇവർ തമ്മിൽ കൊങ്ങാക്കി പിടിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങളൊക്കെ കണ്ടത്. സ്റ്റേജിൽ വെച്ച് അധ്യക്ഷനെ MP കൊങ്ങാക്കി പിടിക്കുന്നു, അദ്ദേഹത്തെ മുല്ലപ്പള്ളിയെ തള്ളി താഴെ ഇടുന്നു, ചവിട്ടി തേക്കുന്നു. അതൊക്കെ എന്ത് പൊതുസമൂഹത്തിന് മുന്നിൽ എന്ത് ദൂതാ കൊടുക്കുന്നത്? അതുപോലെ ഈ സർവേയിൽ ഇപ്പം 35 മണ്ഡലങ്ങളിലാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നുണ്ട്. NDAക്ക് അവിടെ ഒരു റോളും ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. BJP ഇത്തവണ ഇടം പിടിക്കത്തില്ലേ ഇവിടെ? അല്ല, BJP കഴിഞ്ഞ പ്രാവശ്യം 30 MLA-മാരുമായിട്ട് മുഖ്യമന്ത്രിയാകും. നമ്മുടെ മെട്രോമാൻ അവിടെ മുഖ്യമന്ത്രി ആഫീസൊക്കെ തോന്നായിരുന്നു, MLA ഓഫീസ് പാലക്കാട്. പക്ഷെ അതൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്നറിയാൻ വയ്യ. പിന്നെ ഇപ്പം പുള്ളി വേറെ ഓഫീസ് വന്നിട്ടുണ്ട്, അതിവേഗ റെയിൽവേയുമായിട്ട് വന്നിട്ടുണ്ട്. അത് പൊക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കണ്ണിമാങ്ങ പ്രായത്തിലേ ആയിട്ടുള്ളൂ BJP. ഞാൻ ആ വാക്ക് നേരത്തെ പറഞ്ഞ അത് വാചകം ഒന്നുകൂടെ ഉപയോഗിക്കും. കണ്ണിമാങ്ങ പ്രായത്തിലാണ് കേരളത്തിൽ മൊത്തത്തിൽ. അവരുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് അവർ 30, അതാണ് കണ്ണിമാങ്ങ. അത് തന്നെയാണ് കണ്ണിമാങ്ങ. 20% വോട്ട് അവർ കരസ്ഥമാക്കിയിട്ടുണ്ട്. 20, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. അതൊന്നുമില്ല സാറേ. ആ വോട്ടും അസംബ്ലി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടും കൂടെ നമുക്ക് കൂട്ടിക്കുഴയ്ക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരെ വോട്ടിന്റെ ബലത്തിലാണ് ഇവർ ഈ ശതമാനം കണക്ക് പറയുന്നത്. ആ ശതമാനം എങ്ങനെ റെഡിയാകും? മറ്റ് സംസ്ഥാനങ്ങൾ, മറ്റ് മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ ആ ശതമാനം നമുക്ക് ഒരിക്കലും യോജിച്ചു പോകത്തില്ല. ഒരു തേങ്ങ വീണ് ഒരു മൊയിൽ എത്തും എന്ന് വിചാരിച്ച് എല്ലാ തേങ്ങയും വീഴുമ്പോൾ എല്ലാ മൊയിലും ചാവത്തില്ല. അത് മൊയിലിൻ്റെ ഭാഗ്യദോഷം ഉണ്ടാകാൻ മൊയിൽ എത്തത്. അങ്ങനെ ഇതേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം BJPക്ക് ഇടം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് പോകുന്നത്. കാരണം അവരെ ഈ 30 മണ്ഡലങ്ങൾ A ക്ലാസ്സിലേക്ക് നിർത്തിയിരിക്കുകയുമാണ്. പിന്നെ അത്തരത്തിലുള്ള പ്രവർത്തനവുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമമാണ് അവരുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, ഇതൊക്കെ അവരുടെ അതിപ്രധാനമായിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതുപോലെ മഞ്ചേശ്വരത്ത് നമുക്കറിയാം, സുരേന്ദ്രൻ വളരെ കുറച്ച് വോട്ടുകൾക്ക്, 100-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഒരിക്കൽ പരാജയപ്പെട്ടത്. അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ് ഇപ്പോൾ. അല്ല, അവർ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് പല മണ്ഡലങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമ്പത്ത് ഒഴുക്കുന്നതിൽ BJP വളരെ മുന്നിലാണ്, വലിയ മുന്നിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ പോലല്ല. കോൺഗ്രസ് 10, 50, 60 കൊല്ലം കേരളം ഇന്ത്യ ഭരിച്ചെങ്കിലും കോൺഗ്രസിന്റെ പാർട്ടിയുടെ കയ്യിൽ പൈസ ഇല്ല, കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ ആ ഒരു പക്ഷേ ഇപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ BJPയുടെ കയ്യിൽ പൈസ ഉണ്ട്. കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ, അതെ, കേന്ദ്രം. ഞാൻ കോൺഗ്രസ് ഇവര് 10, 15 കൊല്ലമല്ലേ ഭരിച്ചോളൂ. കോൺഗ്രസ് അതിൽ കൂടുതൽ കാലം കഴിച്ചിട്ടും കോൺഗ്രസിന്റെ പൈസ ഇല്ല. സ്ഥാനാർത്ഥികൾ വേണമെങ്കിൽ തണ്ടി പിരിച്ചു വേണം അവർക്ക് കാര്യങ്ങൾ നടത്താൻ. അത്തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും, എന്നാലും BJPക്ക് ഇപ്പോഴും ജയിക്കാൻ പറ്റും. പണ്ട് നേമത്ത് ജയിച്ചതിനകത്തൊരു ഒരു 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 മാജിക് ഉണ്ട്. അതൊരു ബാർട്ടർ സിസ്റ്റമായിരുന്നു, കൊടുക്കുക വാങ്ങുക. സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന ഒരു ആളിനെ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തിട്ട് അദ്ദേഹത്തെ 10,000-ൽ പരം വോട്ടിന് താഴെ, നേമത്ത് CPM-ന്റെ വോട്ട് 10,000, മെമ്പർഷിപ്പ് പരിശോധിച്ചാൽ 10,000-മേ ഉള്ളൂ. ആ 10,000 വോട്ടിന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദുരൂഹതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ബാർട്ടർ സിസ്റ്റം. ആ ബാർട്ടർ സിസ്റ്റം ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തില്ല എങ്കിൽ BJP ഒരു കാര്യത്തിലും ഒരു സീറ്റിലും വരത്തില്ല. അവരുടെ മെമ്പർഷിപ്പും അവരുടെ പബ്ലിക്കിനകത്തുള്ള ഇതും ഒക്കെ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഒരു പിണറായി വിജയൻ @3 അത് തന്നെ സംഭവിക്കും. ചിലപ്പോൾ ഈ പറയുന്ന 100 സീറ്റോ അല്ലെങ്കിൽ 99 ഒന്നും കാണണമെന്നില്ല. വ്യത്യാസങ്ങളുണ്ടാകാം, സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങളുണ്ടാകാം. എന്നാലും ഒരു പുതിയ ക്യാബിനറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കും. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ക്യാപ്റ്റൻ സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. പിന്നെ
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ എന്തെങ്കിലും മുന്നണി സംവിധാനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി തീരുമാനം വല്ലതും മറിച്ചുണ്ടായാൽ ഭരണത്തിൻ്റെ നേതൃത്വം മറ്റൊരാൾ ചിലപ്പോൾ ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഒരു ടൈമും കൂടെ കേരളം ഭരിക്കും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.